ഗസയിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് മൂന്നാം ഘട്ട ബന്ദി കൈമാറ്റ പ്രക്രിയയുടെ ഭാഗമായിട്ട് അൽ ഖുദ്സ് ബ്രിഗേഡ്സ്, അതായത് ഇസ്ലാമിക് ജിഹാദിന് കീഴിലുള്ള അൽ ഖുദ്സ് ബ്രിഗേഡ്സ് അവരുടെ കീഴിലുള്ള ബന്ദിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ അവരുടെ ഒരു വ്യക്തിത്വത്തിന്റെ വിവരമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിന് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി ചാര സോഫ്റ്റ്വെയർ ഉൽപ്പാദിപ്പിക്കുന്ന അത്തരം കണ്ടെത്തലുകൾ നടത്തുന്ന വനിതയെയാണ് ഇപ്പോൾ അൽ ഖുദ്സ് ബ്രിഗേഡ്സ്, അതായത് ഇസ്ലാമിക് ജിഹാദിന് കീഴിലുള്ള അൽ ഖുദ്സ് ബ്രിഗേഡ്സ് അവരുടെ കീഴിലുള്ള ബന്ദിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഇസ്രായേലിനും അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റ് രാജ്യങ്ങൾക്കും വേണ്ടി പെഗാസസ് സോഫ്റ്റ്വെയർ ഉൽപ്പാദിപ്പിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വനിതയായിരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് പകരമായി ഫലസ്തീനിലെ ഈ ഒരു സ്വതന്ത്ര പോരാട്ട പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട നിരവധി ആളുകളുടെ മോചനമാണ്. അതായത് വളരെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്ത്രപ്രധാനിയായ ഒരാളുടെ മോചനത്തിന് പകരം ഫലസ്തീനിലെ സ്വതന്ത്ര പോരാട്ട പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട പല ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പല ആളുകളുടെയും മോചനമാണ്. അങ്ങനെ മൂന്നാം ഘട്ട ബന്ദി കൈമാറ്റ പ്രക്രിയ കൂടി ആരംഭിക്കുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചിരിക്കുന്നത് ലബനനിലാണ്. ലബനനിൽ ഇസ്രായേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ, അതായത് ഇസ്രായേലും ലബനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ സമയകാലാവധി അവസാനിച്ചിരിക്കുകയാണ്. 62 ദിവസത്തെ വെടിനിർത്തൽ കരാറായിരുന്നു ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഉണ്ടായിരുന്നത്. അതിന്റെ കാലാവധി അവസാനിച്ചതിനു ശേഷം ഇസ്രായേലി സേന പൂർണ്ണമായിട്ടും ലബനനിൽ നിന്നും പിന്മാറണമെന്നുള്ള ഹിസ്ബുള്ളയുടെ ആവശ്യത്തിന് വഴങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് ഹിസ്ബുള്ള വലിയ പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: ഏതെങ്കിലും രീതിയിലുള്ള ഇസ്രായേലി അതിക്രമങ്ങൾ തുടർന്നാൽ ഞങ്ങളുടെ വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള തുടർ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഹിസ്ബുള്ള തലവന്റെ നേതൃത്വത്തിൽ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അത്തരം ഒരു പ്രസ്താവന വന്നതിന് ശേഷം ഈ തെക്കൻ ലബനനിലെ പ്രദേശങ്ങളിലേക്ക് അവിടുത്തെ ജനത തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആ തിരിച്ചു വരുന്ന ജനതയെ അവിടെ ഇസ്രായേലി സേനയുടെ സാന്നിധ്യം വലിയ പ്രശ്നമാവുകയും പരസ്പരമുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇസ്രായേലി സേന അവിടെ നിന്നും പിന്മാറുന്നതിന്റെ സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അധിനിവേശം നടത്തി ലബനനിലേക്ക് ഇരച്ചു കയറിയ ഇസ്രായേലി സേന പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ അതിർത്തികളിലേക്ക് പിന്മാറുന്നു എന്നതിന്റെ സൂചനയാണ്. അല്ലാത്ത പക്ഷം ഏതെങ്കിലും രീതിയിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ലംഘനങ്ങൾ ഉണ്ടായാൽ തുടർ പോരാട്ടങ്ങൾക്ക്, തുടർ ആക്രമണങ്ങൾക്ക് ഇസ്രായേലിന് നേരെ തുടക്കം കുറിക്കുമെന്നുള്ള ഹിസ്ബുള്ള തലവന്റെ പ്രസ്താവന കൂടി വരുന്ന സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് ഫലസ്തീനിലെ ഹമാസുമായിട്ട് ബന്ദി കൈമാറ്റ കരാർ ചർച്ചകൾ, ഫലസ്തീനിലെ സംഘടനകളുമായിട്ട് ബന്ദി കൈമാറ്റം അടക്കമുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടുള്ള നടപടി പ്രക്രിയകൾ നടക്കുന്നതിനിടയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രശ്നം കൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലബനനിലെ ഹിസ്ബുള്ളയുമായി ഇപ്പോഴൊരു സംഘർഷത്തിൽ ഏർപ്പെടാൻ പറ്റിയ സാഹചര്യമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് അവരുടെ സേന ലബനനിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറുന്നു എന്നതിന്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാക്കി വീണ്ടും ഒരു ഹിസ്ബുള്ളയുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായാൽ, സംഘർഷങ്ങൾ ഉണ്ടായാൽ, തങ്ങൾക്ക് ഇതിനു മുമ്പുണ്ടായ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തുടർന്നാൽ അത് വലിയ രീതിയിൽ തങ്ങളുടെ രാജ്യത്തെ ബാധിക്കുമെന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഗസ മനുഷ്യർക്ക് വാസയോഗ്യമാക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നും അവിടുത്തെ ജനത പൂർണ്ണമായിട്ടും വിവിധ രാജ്യങ്ങളിലേക്ക്, ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും മാറണമെന്നും ആ രാജ്യങ്ങൾ അവരെ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത്
ഫലസ്തീൻ എന്ന സ്വതന്ത്ര പോരാട്ടത്തിന്റെ ഹൃദയഭാഗമായ ഗസയെ അവിടെ നിന്നും പൂർണ്ണമായിട്ടും കുടിയൊഴിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈജിപ്തും ജോർദാനും ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അവർ പറഞ്ഞിരിക്കുന്നത് ഫലസ്തീന്റെ മണ്ണ് എന്നുള്ളത് ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ്, ഗസയുടെ മണ്ണ് എന്നുള്ളത് ഗസയ്ക്ക് അവകാശപ്പെട്ടതാണ്, ഗസയിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഇത്തരം കാര്യങ്ങളും നടക്കാൻ പോവില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഈ രാജ്യങ്ങൾ നൽകിയിരിക്കുന്നത്. അതായത് ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും വളരെ നല്ല സൗഹാർദ്ദത്തിൽ നിലനിൽക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരം ഒരു തീരുമാനത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നുള്ളത് നേരത്തെയുള്ള ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഫലസ്തീനികളെ അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന ഗസയിലുള്ള ഫലസ്തീനികളെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും മാറ്റിക്കൊണ്ട് ആളില്ലാത്തുരുത്തായി ഗസയെ മാറ്റുക, തുടർന്ന് മറ്റു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ അധിനിവേശം അമേരിക്കൻ പിന്തുണയോടുകൂടി നടത്തുക, അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ തങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാക്കി ആ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റ് എന്നുള്ള പദ്ധതിയുടെ വിഭാവനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുക എന്നുള്ള ഒരു പദ്ധതി കൂടി ഇസ്രായേലിനെയും അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതുകൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോഴുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ചില നിർദ്ദേശങ്ങളും അദ്ദേഹം ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന ചില ശ്രമങ്ങളും എന്നുള്ളത്. മറ്റൊരു ഭാഗത്ത് യമനിലെ ഹൂത്തികൾ അൻസാറുള്ള ഒരിക്കൽ കൂടി അമേരിക്കൻ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ മുഴുവൻ അറബ് രാജ്യങ്ങളും മുഴുവൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും മുഴുവൻ മുസ്ലിം രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് നിർത്തണമെന്നും അതിനെ ആ ഉൽപ്പന്നങ്ങളെ ഒഴിവാക്കണമെന്നും ബഹിഷ്കരിക്കണമെന്നുമുള്ള ഒരു പ്രഖ്യാപനമാണ് ഹൂത്തി നേതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഗസയിലെ ഇസ്രായേൽ അധിനിവേശത്തിന് ശേഷം ലോകത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളത് ഇസ്രായേലി ഉൽപ്പന്നങ്ങളെ ലോകത്തെമ്പാടുമുള്ള ജനത ബഹിഷ്കരിക്കുന്ന, ഇസ്രായേലി കമ്പനികളെ ബഹിഷ്കരിക്കുന്ന, ഇസ്രായേലി കമ്പനികൾ സ്പോൺസർമാരായി ഏതെങ്കിലും ടീമുകളിലേക്ക് വന്നാൽ ആ ടീമുകളുടെ കളികൾ പോലും ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തെമ്പാടും ഈ ഒരു BDS പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റമായിട്ട് ഇസ്രായേൽ ഗസ ഈ ഒരു യുദ്ധം മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൂത്തി തലവനിൽ നിന്നും ഇത്തരം ഒരു ആവശ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവശ്യത്തിന് ലോകം ഇതുവരെ പ്രതികരിച്ച രീതിയിൽ അറബ് ജനതയിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇപ്പോഴ് ഗസയിൽ തുടരുന്ന ഈ ബന്ദി കൈമാറ്റ ചർച്ചകളുടെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോഴ് ഈ പ്രധാനപ്പെട്ട ഒരു വനിതയെ അവരുടെ പെഗാസസ് അടക്കമുള്ള സോഫ്റ്റ്വെയർ ഉൽപ്പാദിപ്പിച്ച, അതിന് പിന്നിൽ പ്രവർത്തിച്ച അവരുടെ ബുദ്ധി കേന്ദ്രമായ വനിതയെ കൈമാറുമ്പോൾ ഫലസ്തീനികൾ ആവശ്യപ്പെട്ടിട്ടുള്ള നിരവധി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഫലസ്തീനികളുടെ മോചനം കൂടിയാണ് സാധ്യമാകുന്നുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും തന്ത്രപ്രധാനിയായ ഒരു വനിതയാണ് ഈ പെഗാസസ് സോഫ്റ്റ്വെയർ ഉൽപ്പാദിപ്പിക്കുന്ന ഇവരെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മോചനം എന്ത് വില കൊടുത്തും സാധ്യമാകണമെന്നുള്ള ഒരു നിലപാട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ഫലസ്തീനിലെ സ്വതന്ത്ര പോരാട്ട പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ വലിയ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഇസ്രായേലിനെ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ വിവിധങ്ങളായ തലങ്ങളിൽ ഈ ഒരു വെടിനിർത്തൽ കരാറിന്റെ തുടർ ചർച്ചകളും ബന്ദി കൈമാറ്റ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ വടക്കൻ ഗസയിലേക്ക്, റഫയിലേക്കും ഫലസ്തീനികളുടെ ഒഴുക്കാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലി അധിനിവേശ സേന അവിടെ നിന്നും പിന്മാറിയതിനു ശേഷം തങ്ങളുടെ വാസസ്ഥലത്തിലേക്ക് കുടിയിറക്കപ്പെട്ട മുഴുവൻ ജനതയും തിരിച്ചു വരുന്ന, ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വരുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വലിയൊരു അധിനിവേശം നേരിട്ട, വലിയൊരു ആക്രമണം നേരിട്ട, വലിയൊരു വംശഹത്യ നേരിട്ട ഒരു ജനത ഇപ്പോൾ അവരുടെ യഥാർത്ഥ വാസസ്ഥലങ്ങളിലേക്ക് ഒരു മടിയുമില്ലാതെ, ഒരു തരി പേടിയുമില്ലാതെ, ഭയപ്പാടിന്റെ ലക്ഷണം പോലും പ്രകടിപ്പിക്കാതെ തിരിച്ചു വരുന്നു എന്നുള്ളത് അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പ് പോരാട്ട പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പിന്തുണയാണ് ഈ ജനവിഭാഗത്തിൽ നിന്നും ലഭിക്കുന്നതെന്ന് വ്യക്തമാവുന്ന കാര്യമാണ്.
അതുകൊണ്ടുകൂടി ഫലസ്തീൻ വിമോചന പോരാട്ടം എന്ന ഫലസ്തീൻ സ്വതന്ത്ര രാജ്യമെന്ന ആവശ്യങ്ങൾക്കുള്ള പ്രസക്തി വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ വടക്കൻ ഗസയിലേക്കുള്ള തിരിച്ചുവരവ്, റഫേൽ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഫലസ്തീനികൾ അവരുടെ തകർക്കപ്പെട്ട വീടുകൾക്കിടയിലും കുടിയിറക്കപ്പെട്ട വീടുകൾക്കിടയിലേക്കും അവർ തിരിച്ചു വരുന്നു. അധിനിവേശം, ബോംബാക്രമണവും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും നടത്തിയ സ്ഥലങ്ങളിലേക്ക് അവിടുത്തെ യഥാർത്ഥ ജനത തിരിച്ചു വരുന്നു എന്നതിന്റെ സൂചന കൂടി ഇത് നൽകുന്നുണ്ട്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികളായ ആളുകളാണ് തിരിച്ച് അവരുടെ യഥാർത്ഥ വാസസ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിലേക്ക് കഴിഞ്ഞുള്ള 3ാം ഘട്ടത്തിലെ നടപടികൾ കൂടി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തൂഫാനുൽ അക്സക്ക് ശേഷം വലിയ രീതിയിലുള്ള ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന് ലോകത്തെമ്പാടും കിട്ടുന്ന പിന്തുണയ്ക്ക് ഇപ്പോഴ് ആക്കം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.